നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. സർവകലാശാലകളിൽ SFI പ്രക്ഷോഭം. RSS ഇടപെടലിനെതിരെ വിവിധ സർവകലാശാലകളിൽ SFI പ്രതിഷേധം സംഘടിപ്പിച്ചു. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ കയ്യാങ്കളി നടന്നതായും റിപ്പോർട്ട്. സ്വകാര്യ ബസ് സംഘടനകളുടെ സംയുക്ത പണിമുടക്ക്. വിദ്യാർത്ഥി റേറ്റിൽ വർധന, അനുമതി പുതുക്കൽ എന്നിവ ആവശ്യപ്പെട്ട് പ്രത്യേക ടോക്കൺ പണിമുടക്ക് ഇന്ന് നടന്നു. ജൂലൈ 22 മുതൽ അനിശ്ചിതകാലം പണിമുടക്കിന് സാധ്യത. KSRTC അധിക സർവീസുകൾ ഏർപ്പെടുത്തിയെങ്കിലും ഗ്രാമീണ മേഖലകളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. നിപ്പ വൈറസ് സംശയം, പരിശോധനാ ഫലം നെഗറ്റീവ്. കോഴിക്കോട്ടെ 38 വയസ്സുള്ളയാൾക്ക് നിപ്പ ലക്ഷണങ്ങൾ പ്രകടമായെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായി. ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുമായി നിരീക്ഷണം തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം. എണ്ണ ചോർച്ചയെ തുടർന്ന് 1 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിന്റെ അടിയന്തര ധനസഹായം വിതരണം ചെയ്തു. ചില തീരപ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ദേശീയ പണിമുടക്ക് മുന്നൊരുക്കങ്ങൾ. വിവിധ തൊഴിലാളി സംഘടനകളുടെ ഭാരത് ബന്ദ് സമരത്തിന് മുന്നോടിയായി സ്കൂളുകളും ബാങ്കുകളും നാളെ പ്രവർത്തിക്കുമോ എന്നത് അനിശ്ചിതം. ഓട്ടോറിക്ഷകളും കച്ചവട സ്ഥാപനങ്ങളും പൂർണ്ണമായി പണിമുടക്കിൽ പങ്കെടുക്കും. ജംഗ്ഷൻ ട്രാഫിക് നിയന്ത്രണങ്ങൾ, ഹൈവേ നിരീക്ഷണവും. എറണാകുളം തൃശൂർ NH-66ന്റെ സുരക്ഷാ പരിശോധന തുടരുന്നു. NHAI കോടതിയെ അറിയിച്ചതനുസരിച്ച് അപകട സാധ്യതയുള്ള ഭാഗങ്ങൾ അടയ്ക്കാൻ സാധ്യത. കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. MSC എൽസ കപ്പലിന്റെ എണ്ണ ചോർച്ച. കേരളം ചരിത്രപരമായ നിയമ നടപടി സ്വീകരിച്ചു. MSC എൽസ 3 എന്ന കപ്പലിന്റെ എണ്ണ ചോർച്ചയെ തുടർന്ന് കേരളം 9531 കോടിയുടെ നഷ്ടപരിഹാരത്തിന് MSCയോട് നിയമ നടപടി സ്വീകരിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് പിടിച്ചെടുത്തു. സിനിമാ ലോകം നേരിട്ട നാരിവേട്ട വിവാദം. സെൻസർഷിപ്പ് വിവാദത്തിനിടയിൽ സിനിമയ്ക്ക് കലാകാരന്മാരുടെ പിന്തുണ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയെ സംബന്ധിച്ച് പ്രതിഷേധം കനത്തിരുന്നു. വിംബിൾഡൺ ഡബിൾസ്, ഇന്ത്യൻ ജോഡിക്ക് നോക്കൌട്ട്. വിംബിൾഡൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ബാംബ്രിയും റോബർട്ട് ഗോവാലറയും പ്രശംസനീയ പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ 2ാം റൗണ്ടിൽ പുറത്തായി. ശക്തമായ ഒരു യൂറോപ്യൻ ജോഡിയെ ശക്തമായ മത്സരത്തിൽ മറികടക്കാൻ കഴിഞ്ഞില്ല. ആദ്യ സെറ്റിൽ തുടക്കത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും ഇന്ത്യൻ അമേരിക്കൻ ജോഡിക്ക് ആക്കം നിലനിർത്താൻ കഴിഞ്ഞില്ല. 3ാം റൗണ്ടിൽ എത്താൻ കഴിഞ്ഞില്ല. മുൾഡർ ഗിൽ എക്സ്ചേഞ്ച്, ക്യാപ്റ്റൻസി പ്രശംസിക്കപ്പെട്ടു. ഇന്ത്യയുടെ യുവനായകൻ ശുഭ്മാൻ ഗിൽ മുൻ ഇംഗ്ലണ്ട് താരം മാർക്ക് ബുച്ചറിൽ നിന്ന് പ്രശംസ നേടി. അദ്ദേഹത്തിന് അടുത്തിടെ ഇന്ത്യയുടെ വിദേശ ടെസ്റ്റ് വിജയത്തിൽ ഗില്ലിന്റെ സ്വഭാവത്തെയും നേതൃത്വത്തെയും പ്രശംസിച്ചു. ഒരു സമാന്തര ചർച്ചയിൽ മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഉൾക്കാഴ്ചകൾ ദിനേശ് കാർത്തിക് ഓർമ്മിച്ചു. കോഹ്ലി നിലവിലെ കളിക്കാരുടെ ഗ്രൂപ്പിനെ എങ്ങനെ നയിച്ചുവെന്നും ഗില്ലിന്റെ ശാന്തവും സമതുലിതവുമായ കളിരീതി രൂപപ്പെടുത്താൻ സഹായിച്ചുവെന്നും എടുത്തു കാണിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.